എടുത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, പലപ്പോഴും തിന്മയ്ക്കായിട്ട് വന്നതിനെ സകലതും ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്നത്. പലപ്പോഴും ഭയന്ന് നിൽക്കുന്ന വിഷയങ്ങൾ എന്താണോ ആ വിഷയങ്ങൾ തന്നെ നമ്മുടെ നന്മയായി തീരുന്നത് നമ്മൾ കാണാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. റോമരുടെ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം വ്യക്തമായിട്ട് പറയുന്നു, And we know that God causes everything to work together for the good of those who love God and are called according to His purpose for them. Hallelujah. നമുക്കറിയുന്ന ഒരു കാര്യമാണ് വചനം നമ്മളെ ഉറപ്പിക്കുന്നത്. റോമരുടെ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കു തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കർത്താവിന്റെ വചനം പറയുന്നത് സകലതും, ശകലമല്ല, സകലതും, സകലതും എല്ലാം നന്മയ്ക്കായിട്ട് മാത്രം കൂടി വ്യാപരിക്കുന്നു. ഇന്ന് പറയണ എൻ്റെ ജീവിതത്തിനകത്ത് സകലതും എൻ്റെ നന്മയ്ക്കായിട്ട് മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ നന്മയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്ന് എന്തെങ്കിലും വിഷയങ്ങളുടെ മേലെ എൻ്റെ ജീവിതത്തിൽ കർത്താവെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ചില വിഷയങ്ങൾ ഇതുവരെയായിട്ട് നടന്നിട്ടില്ലല്ലോ, ഇതെന്താ നടക്കാത്തത് എന്നൊക്കെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെക്കുറിച്ച് കർത്താവിന് നിങ്ങളെക്കുറിച്ച് ഭയങ്കര വിചാരമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കുറിച്ച് തന്നെ വിചാരപ്പെടുന്നതിലും അപ്പുറം ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഭയങ്കര വിചാരമാണ്. ഹല്ലേലൂയ. നമ്മളുടെ സകല കാര്യങ്ങളും നേരെയാക്കി തരാൻ നമ്മളെക്കാട്ടിലും ഭയങ്കര ജാഗ്രതയോടെയാണ് ദൈവം നടക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അത് കാണാതെ പോയിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും നന്ദിയില്ലാത്ത ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു ചെന്നിട്ട് നമ്മൾ കാണാതെ പോകുന്നത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഹല്ലേലൂയ. സകലതും എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് മാത്രമേ വരത്തുള്ളൂ. നമ്മൾ യോശുവയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ യെരിഹോ മതിൽ വീണ ഒരു കാഴ്ചയുണ്ട്. യോശുവയുടെ പുസ്തകം 6:1 നമ്മൾ വായിക്കുമ്പം, ജോഷുവ chapter 6 verse number 1, Now the gates of Jericho were tightly shut because the people were afraid of the Israelites. No one was allowed to go out or in. കണ്ടോ, ആ യെരിഹോ പട്ടണത്തിലുള്ളവർക്ക് ഇസ്രായേലികളെ ഭയമായതുകൊണ്ട് അവർ യെരിഹോ പട്ടണത്തിൻ്റെ വാതിൽ അടച്ചു വാതിലായിരുന്നു അടച്ചു പൂട്ടിയിട്ടത്. അപ്പോൾ ഈ വാതിലൊന്ന് തുറന്നു കിട്ടിയാൽ ഇവർക്കകത്ത് കയറാമായിരുന്നു. തിരുവചനം നമുക്കറിയാം. എന്നിട്ട് ആ ഭാഗങ്ങൾ ഇവരോട് ദൈവം പറഞ്ഞത്, നിങ്ങൾ മിണ്ടാതിരുന്ന് നിങ്ങൾ ഈ യെരിഹോ പട്ടണത്തിന് ചുറ്റിനും യെരിഹോ മതിലിന് ചുറ്റിനും നിങ്ങൾ വട്ടം കറങ്ങി 7 ദിവസം നിങ്ങളിങ്ങനെ ഇതിന് ചുറ്റിനും വട്ടം കറങ്ങണം. 7-ാമത്തെ ദിവസം നിങ്ങൾ കാഹളം ധ്വനിക്കണം എന്നിവരോട് പറഞ്ഞായിരുന്നു. ഇവരെ ദൈവം പറഞ്ഞ് അങ്ങനെ തന്നെ അവർ ചെയ്തു. ഹല്ലേലൂയ. നമ്മളെന്നിട്ട് കാണുന്നു 7-ാമത്തെ ദിവസം സംഭവിച്ചത്. അതിൻ്റെ ജോഷുവ chapter 6 verse number 20, 6:20, 20-21 വാക്യം ഇങ്ങനെ പറയുന്നു, When the people heard the sound of the ram's horns, they shouted as loud as they could. Suddenly the walls of Jericho collapsed. കണ്ടോ, ഇവരുടെ മുമ്പിൽ നിന്നത് ഒരു വാതിലായിരുന്നു. ഈ മതിലിൻ്റെ നടുവിൽ ഒരു വാതിലുണ്ടായിരുന്നു. ഈ ഗേറ്റ് അടച്ചു പൂട്ടിയിട്ട് വെച്ചാൽ 6-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, The gates of Jericho were shut. ഹല്ലേലൂയ. ജെറിക്കോ പട്ടണത്തിൻ്റെ വാതിൽ അടച്ചു പൂട്ടി കുറ്റിയിട്ടിരിക്കുമായിരുന്നു. ഇവർക്കൊന്ന് വാതിൽ തുറന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവർ യേശുവിൻ്റെ നാമത്തിൽ, ഇവർ യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ പട്ടണം മതിലിന് ചുറ്റിനും ചുറ്റിയപ്പോൾ ദൈവം ചെയ്തത് എന്താ? വാതിൽ തുറക്കുവല്ല ദൈവം ചെയ്തത്. ദൈവം ഇവരുടെ മുമ്പിൽ തടസ്സമായി നിന്ന മതിലിനെ തന്നെ പൊളിച്ചു കളഞ്ഞു. വചനം എഴുതിയിരിക്കുന്ന ഇറ്റ് കൊലാപ്സ്ഡ് എന്നാണ് പറഞ്ഞ്. ഒരു വിരൽ തൊടാതെ, ഒരു മനുഷ്യൻ്റെ കൈ വെക്കാതെ കാഹളം ധ്വനിച്ച് ഇവർ യേശുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ഇവർ യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിൽ ആർത്തു വിളിച്ചപ്പോൾ ആ മതിൽ തന്നെ ഇടിഞ്ഞ് താഴെ വീണു. ഇവർക്ക് വേണ്ടി തടസ്സമായി നിന്നതിനെ കർത്താവ് നന്മ
നന്മയ്ക്കാക്കി തീർത്തു. ഹാലിയ. പിന്നെ ഇവരെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അപ്പം ഗേറ്റ് മാത്രമായിരുന്നു പൊളിഞ്ഞു വീണെങ്കിൽ ഇവർക്ക് ആ ഗേറ്റിലൂടെ ചിലപ്പം അവർക്ക് പകുതി വഴിയൊക്കെ വന്നപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് തടസ്സം വന്നേനെ. പക്ഷേ തടസ്സം മൊത്തം എടുത്ത് മാറ്റി ആ ഭൂമി തന്നെ ആ ചുറ്റിനും നിന്ന് ആ മതിലിനെ തന്നെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. സ്തോത്രം. ഇന്ന് പ്രതിസന്ധിയെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് പ്രതിസന്ധിയാണോ നിങ്ങൾക്കത് തരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ നിൽക്കുന്ന ആ മതിലിനെ തന്നെ കർത്താവ് നിലം പരിശാക്കി കളയും. ഹല്ലിയ. നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ആ വൻ തടസ്സം ഏതാണോ അതിൻ്റെ വേര് പോലും ഇല്ലാതെ കർത്താവിനാക്കി തീർക്കാൻ സാധിക്കും. ആ യെരിഹോ പട്ടണത്തിന് ചുറ്റിനും നിന്ന മതില്, ആ മതിലിൻ്റെ വേരില്ലാതാക്കി കളഞ്ഞു ദൈവം. ഹാലലൂയ. സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ജീവിതങ്ങളെ ഹാലലൂയ, എവിടാണോ ഭയപ്പെട്ട് നിൽക്കുന്നത്, എവിടാണോ ഒരു തടസ്സം കണ്ടു നിൽക്കുന്നത്, എവിടാണോ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്കൊരു ഭയമുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്, അതിൻ്റെ വേരിനെ എടുത്ത് മാറ്റാൻ എൻ്റെ കർത്താവിന് സാധിക്കും. ഹാലലൂയ. ഇന്ന് വിശ്വസിക്കണം. ഇന്ന് യെരിഹോ മതില് വീണതുപോലെ, യെരിഹോ പട്ടണത്തിന് ചുറ്റിനും നിന്ന മതില് പൊളിഞ്ഞു വീണതുപോലെ ചില വിഷയങ്ങൾ വേരില്ലാതാക്കി കളയുക എൻ്റെ ദൈവം. ഹാലലൂയ. ചിലതൊക്കെ ഇനി മേലിൽ അങ്ങനത്തെ ഒരു വിഷയം പൊങ്ങി വരത്തില്ല. ഇന്ന് എന്താണോ നിങ്ങളെ ഭീതിപ്പെടുത്തുന്നത് അതിനെ നോക്കിയിട്ട് പറയണം ഹാലലൂയ, ഇനി മേലിൽ ആ വിഷയം പൊങ്ങി വരത്തില്ല. ഹാലലൂയ. സ്തോത്രം. ചില കടഭാരങ്ങൾ ഇനി മേലിൽ പൊങ്ങി വരത്തില്ല. ചില ആരോഗ്യ വിഷയങ്ങൾ ഇനി മേലിൽ പൊങ്ങി വരത്തില്ല. ചിലതൊക്കെ ഭയപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ മതിലിൻ്റെ വേര് പോലും ഇല്ലാതായതുപോലെ കർത്താവിന് ചിലതിൻ്റെ വേരില്ലാതാക്കി കളയാൻ പറ്റും. ഹാല്ലിയ. ഇന്ന് പറയണം, എനിക്കെതിരായി നിന്നതിനെയൊക്കെ ദൈവം അതിനെ, എനിക്കെതിരായി നിന്ന ആയുധത്തിനെ എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമാക്കി തീർത്തു. ഹാല്ലിയ. എന്താണോ എതിര് നിന്നത് അതിനെ അനുകൂലമാക്കി തീർക്കുക. സ്തോത്രം. ആ മതിലെതിരായി നിന്നെങ്കിൽ ഇപ്പം ആ മതില് അനുകൂലമായി. എന്ത് പറ്റി? മതിലോടെ തന്നെ അതിൻ്റെ വേര് പോലും ഇല്ലാതെ അത് പൊളിഞ്ഞു മാറിപ്പോയി. സ്തോത്രം. ഹാലലൂയ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം വരുമ്പോൾ നമുക്ക് ദൈവസഭയ്ക്ക് എതിരായി നിന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. സൗൾ എന്ന് പറഞ്ഞ വ്യക്തിയെ. ഹല്ലേലൂയ. വചനം 9-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് നമ്പർ 1, അത് തുടങ്ങുന്നത് തന്നെ ഹല്ലേലൂയ, സൗൾ ജനത്തിൻ്റെ നേരെ, സൗൾ യേശുവിനെ വിശ്വസിക്കുന്നവരുടെ എതിരെ മുഴക്കിയ പല ഭീഷണിയെക്കുറിച്ച് തുടങ്ങുന്നത് തന്നെ. ഒരു ഭീഷണിക്കാരനായിരുന്നു. പക്ഷേ ഭീഷണിപ്പെടുത്തിയവനെ ദൈവം എടുത്തിട്ട് ഹാലലൂയ ഇനിയും ദൈവത്തിന് അനുകൂലമായി നിന്ന് ഹാലലൂയ. അപ്പം എതിരായി നിന്നവനെ അനുകൂലമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ 9-ാം അധ്യായത്തിൽ കാണുന്നത്. ആരായിരുന്നോ ദൈവസഭയ്ക്ക് എതിരായി നിന്നത്, ഒരു എതിരായുധമായി നിന്നത്, ആ ആയുധത്തിനെ ദൈവം എന്ത് ചെയ്തു? അനുകൂലമായ ഒരു ആയുധമാക്കി തീർത്തു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കയ്യിൽ ഒരു അത്ഭുതകരമായ ഒരു ആയുധമാക്കി ദൈവം തീർക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനന്യാസ് ദൈവത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് യേശുവേ, ഞാൻ എങ്ങനെ ഈ സൗളിനെ പോയി എന്തിനാ ഞാൻ കൈവെക്കുന്നത്? അവനൊരു എതിരാളിയാന്ന് പറഞ്ഞപ്പം 15-ാം വാക്യത്തിനകത്ത് 9-15 ദൈവം പറയാ, ഞാൻ അവനെ എൻ്റെ കയ്യിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉപകരണമാണ്. ഹാല്യ. ഒരുവൻ ദൈവരാജ്യത്തിന് എതിരായി നിന്ന ഉപകരണത്തിനെ ദൈവം അങ്ങോട്ടെടുത്ത് കൈകാര്യം ചെയ്തിട്ട് അനുകൂലമായ ഒരു ഉപകരണമാക്കി തീർക്കുന്നതാ. സ്തോത്രം. വചനം പറയുന്നു, നിനക്കെതിരായി ഒരു ആയുധവും ഫലിക്കത്തില്ല. ഞാൻ ഇച്ചിരിയും കൂടെ കടന്നു കയറി ഞാൻ പറയാം, നിനക്കെതിരായി വന്ന ആയുധത്തിനെ ദൈവം ഹല്ലേലൂയ നിന്റെ കയ്യിൽ ഒരു അതിശക്തമായ ആയുധമാക്കി തീർക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെതിരായി എന്തെങ്കിലും ഒരു ആയുധം വന്നിട്ടുണ്ടെങ്കിൽ ആ ആയുധം നമ്മുടെ കയ്യിലോട്ട് ദൈവം തന്നിട്ട് ഹല്ലേലൂയ ഞാൻ പറയാം, അതിനെ നമ്മൾക്ക് ദൈവരാജ്യത്തിന് അനുകൂലമായി കൈകാര്യം ചെയ്യണ്ടേ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിനകത്ത് ഒരു അനുകൂലമായ ഒരു ആയുധമാക്കി എൻ്റെ കർത്താവ് അതിനെ എടുത്തു മാറ്റും. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 9:1 ഭയന്നിരിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ ഈ സൗള് ഭയങ്കര ഭീഷണിയോടെ മുഴങ്ങി അവിടെ വന്നപ്പം ദൈവം എന്ത് ചെയ്തു? ഈ സൗളിനെ എടുത്ത് പണിതിട്ട് ഹല്ലേലൂയ
ദൈവരാജ്യത്തിന് എതിരായി നിന്നവർക്ക് ഭയങ്കര ഒരു നാണം കെട്ടു പോകുന്ന വണ്ണം വാക്കുകളും ഒക്കെ പറഞ്ഞ് അവരെ ക്രിസ്തുവിലേക്കാക്കുന്ന ഒരു ആയുധമായ ഒരു പൗലോസാക്കി ദൈവം മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. അതിൽ നമ്മൾ കാണുന്നു അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ 16-നകത്ത് നമ്മൾ കാണുന്നത് ഒരു പൗലോസിനെയും സീലാസിനെയും ജയിലിനകത്ത് പിടിച്ച് ബന്ധിക്കപ്പെട്ടിട്ടിരിക്കുന്നു. പക്ഷേ ഇവരെ ബന്ധിക്കപ്പെടുത്തിയ ആയുധങ്ങൾ കൊണ്ട് തന്നെ ഇവർ ഹല്ലേലൂയ പാട്ടും പാടി നൃത്തവും ചവിട്ടി ഇവർ ഭയങ്കര ആരാധന ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16:24, ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് നമ്പർ 24. സോ ദ ജയിലർ, അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ടുപൂട്ടി. Amen. The jailer put them into the inner dungeon and clamped their feet in the stocks. Hallelujah. അവരുടെ കാലിനെ പൂട്ടിവെച്ചു, അവരുടെ കയ്യെ പൂട്ടിവെച്ചു, ചങ്ങലയാൽ അവരെ ബന്ധിക്കപ്പെട്ടു. ഹാലലൂയ. പക്ഷേ വചനം അവിടെ പറയുന്നു, 28 വാക്യം 25-ാം വാക്യത്തിനകത്ത് പറയുന്നു, അവർക്കെതിരായി നിന്നതിനെ അവരൊരു ആയുധമാക്കി തീർത്തു. അവർക്കെതിരായി നിന്നതിനെ അവരുടെ ഉപയോഗത്തിന് ഒരു കാരണമാക്കി അവർ തീർത്തു. അവരുടെ കയ്യും കാലും പൂട്ടിയിട്ട ചങ്ങലകളും കൊണ്ട് അവർ പാട്ടും പാടി ശബ്ദവും ഉണ്ടാക്കി ഈണവും പകർന്ന് അവരവിടെ അത്ഭുതം, ദൈവ സാന്നിധ്യം ആ ജയിലറയ്ക്കകത്ത് അവരിറക്കി. സ്തോത്രം. Around midnight, Paul and Silas were praying and singing hymns to God, and the other prisoners were listening. 26-ാം വാക്യം പറയുന്നു, suddenly there was a massive earthquake and the prison was shaken to its foundations. All the doors immediately flew open and the chains of every prisoner fell off. കണ്ടോ, ഇവരുടെ കയ്യിൽ കെട്ടിയ കാലിലും കെട്ടിയ ചങ്ങലകളെ പാട്ടുപാടാനും നൃത്തം ചവിട്ടാനും ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആക്കി തീർത്തപ്പോൾ അതെന്ത് സംഭവിച്ചു? ബന്ധിക്കപ്പെടുവാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവർ കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഉപകരണങ്ങളാക്കിയപ്പോൾ 26-ാം വാക്യത്തിനകത്ത് പറയുന്നു, ഈ ചങ്ങലകൾ മറ്റുള്ളവരുടെ കയ്യിലും കാലിലും പൂട്ടിക്കിടന്ന ചങ്ങലകൾ അങ്ങ് പൊട്ടിമാറി. ഓ ഹാലലൂയ്യ. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. എന്താണോ നമ്മളെ ഉപദ്രവിക്കാൻ നിന്നത് അതിനെ ദൈവം നമ്മൾക്ക് അനുകൂലമായ ഒരു ആയുധമാക്കി തീർക്കും. ഹാലിയ. ഏത് സാഹചര്യമാണോ നമുക്കെതിരായി നിന്നത് ആ സാഹചര്യത്തിനെ ദൈവത്തിന് നമ്മുടെ കയ്യിലോട്ട് അനുകൂലമാക്കി തരാൻ സാധിക്കും. ഹാലിയ. ഇന്ന് കടഭാരമാണോ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഒരു ആയുധം, ആ കടഭാരത്തിനെ നിങ്ങളുടെ ആ കടഭാരം കൊണ്ട് ദൈവത്തിന് പണിയാൻ സാധിക്കും. നിങ്ങൾ അതിനകത്ത് കർത്താവിൻ്റെ കൈകളിൽ ഒരു ഉപകരണമായി അങ്ങ് നിന്നാൽ മതി. നിങ്ങളുടെ കടഭാരം ഇരിക്കെ തന്നെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും അനേകരുടെ കടഭാരങ്ങളെ പൊട്ടിച്ചു കളയുവാൻ. സ്തോത്രം. അതാ പൗലോസും സീലാസും ചെയ്തത്. അവരുടെ ചങ്ങലയ്ക്കകത്ത് അവർ കിടക്കുക, പക്ഷേ അവരത് മതിമറന്ന് ആരാധിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരുടെ ചുറ്റിനും കിടന്നവരുടെ ചങ്ങലകളെ ദൈവം പൊളിച്ചു കളഞ്ഞു. സ്തോത്രം. ഇന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥകൾക്കകത്ത് നിങ്ങൾ ആ അവസ്ഥകളെ മതിമറന്ന് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽക്കാമെങ്കിൽ നിങ്ങളെ ഉപയോഗിച്ച്, നിങ്ങൾക്ക് കടഭാരമാണോ വിഷയം, നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കാമെങ്കിൽ അനേകരെ കടഭാരമുള്ളവരോട് നിങ്ങൾ ചെന്ന് കർത്താവിനെ കുറിച്ച് പറയാമെങ്കിൽ നിങ്ങളുടെ കടഭാരം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ കാണും നിങ്ങളിലൂടെ ഹല്ലേലൂയ ദൈവം അനേക കടഭാരമുള്ളവരെ വിടുവിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ കടഭാരം നിങ്ങൾ തപ്പി നോക്കിയാൽ പോലും കാണത്തില്ല. അത് അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയിട്ടുണ്ടാകും. സ്തോത്രം. നിങ്ങളുടെ ദേഹത്തൊരു രോഗത്തിൻ്റെ അവസ്ഥയാണോ, ആ രോഗം അവിടെ ഇരിക്കെ തന്നെ നിങ്ങൾ അനേക രോഗികളോട് ചെന്ന് യേശു ജീവിക്കുന്നു, നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കും, ഒന്ന് ചെന്ന് ധൈര്യത്തോടെ ഒന്ന് പറഞ്ഞേ. സ്തോത്രം. ആ രോഗത്തിൻ്റെ അവസ്ഥകളുടെ മേലൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കൈവപ്പിനാൽ അനേക രോഗികൾ സൗഖ്യമാകും. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ ആ രോഗം പോയിട്ട് അതിൻ്റെ വേര് പോയിട്ട് അതിൻ്റെ ഒരു ഇല
പോയിട്ട് അതിൻ്റെ ഒരു പൊടി പോലും നിങ്ങളുടെ ശരീരത്തെങ്ങും കാണത്തില്ല. സ്തോത്രം. ഇത് ഉറപ്പാ. ഹല്ലേലൂയ. ആ അപ്പോസ്തലന്മാരുടെ കയ്യും കാലും ബന്ധിക്കപ്പെട്ടപ്പോൾ തന്നെ അവരെ ആരാധിച്ചപ്പോൾ അവരുടെ ചുറ്റിനും നിന്നവരുടെ ചങ്ങലകൾ പൊളിഞ്ഞുപോയി. സ്തോത്രം. അനന്യാസിന് ഭയമുണ്ടായിരുന്നു സൗളിനെ ചെന്ന് പ്രാർത്ഥിക്കുവാൻ. സൗള് ഭീഷണിയായിരുന്നു, സൗളൊരു ഭീഷണിയായിരുന്നു. പക്ഷേ സൗളിനെ എന്ത് ദൈവം ചെയ്തു? ഹല്ലേലൂയ. ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സൗളെ നീ എന്നെ ഉപദ്രവിക്കുന്ന അതേ യേശുവാ ഞാൻ. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്തു? താൻ ഭീഷണിപ്പെടുത്തിയ ദൈവരാജ്യത്തിനെ, ഹല്ലേലൂയ, അതേ സൗളിനെ എടുത്തിട്ട് കർത്താവ് ഇതിന് അനുകൂലമാക്കി തീർത്തു. ഹല്ലേലൂയ. താൻ എന്ത് ചെയ്തു? മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നവനാക്കി തീർത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഏത് മതിലാണോ ഇസ്രായേൽ ജനത്തിന് എതിരായി നിന്നത്, അല്ലെങ്കിൽ വാതിലെതിരായി നിന്നത്, കർത്താവ് വാതിലിനെ മാത്രമല്ല പൊളിച്ചു മാറ്റിയത്, ആ മതിലിനെയും കൂടെ പൊളിച്ചു മാറ്റി. ഓ സ്തോത്രം. അതിൻ്റെ വേര് പോലും തപ്പിയിട്ട് പിന്നെ കാണാനിടയായില്ല. ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ, നിങ്ങളുടെ എതിരെ നിൽക്കുന്ന ഏത് വിഷയമാണോ, അല്ലെങ്കിൽ ആ വിഷയം അവിടെ നിൽക്കെ തന്നെ നിങ്ങൾ കർത്താവിനെ ഘോഷിക്കുക, കർത്താവിന് മഹത്വം കൊടുക്കുക. ആ ജനം അങ്ങനെയാണ് ചെയ്തത്. യോശുവ പറഞ്ഞതനുസരിച്ചിട്ട് ആ മതിൽ അവിടെ നിൽക്കെ തന്നെ അതിൻ്റെ ചുറ്റിനും അവർ ആരാധിച്ചു. എൻ്റെ മനസ്സിൽ വരുന്നത്, അവർ ആരാധിച്ചത് ഇങ്ങനെയായിരിക്കും, ഈ മതിൽ ഇവിടെ ഇല്ല, അതിനായി സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ തന്നെ അവരെ ആരാധിച്ചു കാണും. ഹല്ലേലൂയ. ആ മതിൽ ഇല്ലാതായിപ്പോയി. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വിഷയം നിൽക്കെ തന്നെ നിങ്ങൾ പറയണം, ഈ വിഷയം ഇവിടെ ഇല്ലാത്തതിനാൽ സ്തോത്രം. ഞാൻ ആരാധിക്കുന്നത്, ഈ വിഷയം പൊളിഞ്ഞു മാറിയത് വിശ്വസിച്ചാണ് ഞാൻ ആരാധിക്കുന്നത്. കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അത്ഭുത മന്ത്രിയാണവൻ, അത്ഭുതത്തിൻ്റെ ഉറവിടമാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യാതെ മാറിപ്പോകത്തില്ല. കർത്താവ് സഹായിക്കട്ടെ. കർത്താവെ ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് അവർ ഫേസ് ചെയ്യുന്ന ഏത് വൻ വിഷയമാണോ, ആ വിഷയത്തിനെ തന്നെ ഇവരുടെ ജീവിതത്തിനകത്ത് വലിയൊരു നന്മയാക്കി തീർക്കണം. ഇവരുടെ നന്മയെ വിളിച്ചു വരുത്തുന്ന ഒരു ആയുധമാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ.